നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ P. ഭാരതിരാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം ചെന്നൈയിലെ വസതിയിൽ വെച്ച്. കേച്ചേരിയിലുള്ള മമത ബാറിൽ സംഘർഷം. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി കബീറിന് മർദ്ദനമേറ്റു. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവു മാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന്റെ അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതൃത്വം. വാർത്തകൾ വിശദമായി. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ P. ഭാരതിരാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. 85 വയസ്സായിരുന്നു. സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്നും ഗ്രാമീണതയുടെ യഥാർത്ഥ ഭംഗിയിലേക്കും പച്ചയായ മനുഷ്യരിലേക്കും കൂട്ടിക്കൊണ്ടുപോയ ദീർഘദർശിയായ കലാകാരനായിരുന്നു അദ്ദേഹം. 6 തവണ ദേശീയ പുരസ്കാരവും 2004 രാജ്യത്തിന്റെ പത്മശ്രീ ബഹുമതിയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സംവിധായകൻ എന്നതിനു പുറമെ മികച്ച തിരക്കഥാകൃത്തായും നിർമ്മാതാവായും നടനായും അദ്ദേഹം സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് തന്നെ നികത്താനാകാത്ത ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. കേച്ചേരിയിലുള്ള മമത ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ സംഘം ചേർന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി കബീറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു അക്രമ സംഭവം അരങ്ങേറിയത്. പാവർട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ സാമൂഹ്യ വിരുദ്ധരടക്കം 8 പേരടങ്ങുന്ന സംഘമാണ് അക്രമം നടത്തിയത്. പാവർട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സിയാദിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സിയാദിനെ കൂടാതെ കേച്ചേരി തലക്കോട്ടുകര സ്വദേശി ശ്രീരാഗ്, പാറന്നൂർ സ്വദേശി രാഹുൽ എന്ന കുട്ടൂസ്, വന്നേരി സ്വദേശി മുബഷീർ, പാവർട്ടി സ്വദേശി റാഷിദ്, കേച്ചേരി സ്വദേശി വിഷ്ണു എന്നിവരാണ് പിടിയിലായ സംഘത്തിലുള്ളത്. ബാറിൽ മദ്യപിക്കാനെത്തിയ കബീറിനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറിൽ സംഘർഷം നടക്കുന്ന വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ കടന്നുകളഞ്ഞിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഘത്തെ പിടികൂടുകയായിരുന്നു. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്നതിനിടെ ഇവരെ പിന്തുടർന്ന് സിനിമാ സ്റ്റൈലിൽ കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവുമാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഭരണം മാറിയപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അവിടുത്തെ കുറച്ച് സഖാക്കളെ വിളിച്ചിരുത്തി അവിടെ ഈ പ്ലാന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് MLA പറയുന്നത്. കഴിഞ്ഞ 3 വർഷം ആയിട്ട് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ MLAക്ക് പരാതി നൽകിയിട്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനോ ഒരു ഉപക്ഷേപം ഉന്നയിക്കാനോ ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പറ്റാത്തൊരു MLA പിണറായി വിജയനെ പേടിച്ചിട്ടാണോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനില്ല. ഇപ്പൊ VD സതീശൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റും. അതുകൊണ്ട് VD സതീശന്റെ അടുത്ത് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. 2021 കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെയും പ്രതിപക്ഷ മെമ്പർമാരുടെ എതിർപ്പിനെയും അവഗണിച്ച് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുമതി നൽകിയത്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധമുയരുകയും ശ്വാസതടസ്സം, ചൊറിച്ചിൽ, ഛർദി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പരാതികൾ നൽകിയിട്ടും പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും പ്ലാന്റ് ഉടമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്.
സ്ഥലം എംഎൽഎയായ UR പ്രദീപ് സ്ഥലം സന്ദർശിക്കുവാനോ പ്ലാന്റിനെതിരെ പ്രതികരിക്കുവാനോ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എന്ന് MLA മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് രാഷ്ട്രീയമായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. UDF നേതൃത്വം ആരോഗ്യമന്ത്രി കെ മുരളീധരനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും നേതാക്കൾ പറഞ്ഞു. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ അറവുമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും തുടർ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF വരവൂർ മണ്ഡലം ചെയർമാൻ M. വീരചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ, പഞ്ചായത്ത് മെമ്പർമാരായ PV ബാപ്പുട്ടി, B. വാത്തുക്കുട്ടി, സെറീന, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TM അയ്യൂബ്, PS രാജൻ, ബഷീർ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു. ഓടിക്കൊണ്ടിരിക്കുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ പൊന്നം കള്ളുഷാപ്പിന് സമീപം ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടം. പൊന്നം സെന്ററിൽ കട നടത്തുന്ന ഉപ്പുങ്ങൽ ഗണേശൻ പച്ചക്കറി എടുക്കുന്നതിനായി കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി ഓട്ടോയ്ക്ക് മുകളിൽ പതിച്ചത്. ഓട്ടോറിക്ഷയിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഡ്രൈവർ ഗണേശൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ സിന്ധു ബാലൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകുമെന്ന് വാർഡ് മെമ്പർ സിന്ധു ബാലൻ പറഞ്ഞു. ചാവക്കാട് നഗരസഭയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ P. ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ഹുസൈൻ PV, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P. യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്, KH സലാം, സബൂറ, KP രഞ്ജിത് കുമാർ, താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് PP റിഷ്മ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പോലീസ്, കോസ്റ്റൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, ICDS സൂപ്പർവൈസർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നഗരസഭയെ ലഹരിമുക്തമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദനം 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നിയോജക മണ്ഡലം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PI റിസിയ ഫലപ്രഖ്യാപന അവലോകനം നടത്തി. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 100% വിജയത്തിളക്കം നേടിയവരെയും ദേശീയതല കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക പ്രതിഭകളെയും ആദരിച്ചു. പ്രധാന അധ്യാപിക PT ലില്ലിയെ സ്കൂൾ OSAയ്ക്ക് വേണ്ടി MLA AC മൊയ്തീൻ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക PT ലില്ലി, VHSC പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, SMC ചെയർമാൻ റെന്നി സി വർഗീസ്, OSA സെക്രട്ടറി KA സോമൻ, PTA പ്രസിഡന്റ് P വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ലോകകപ്പ് ഓർമ്മകൾ പങ്കുവെച്ച് കേരള ഫുട്ബോൾ പോലീസ് ടീമംഗം ശ്രീരാഗ് അമ്പാടി ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ ഫിഫ ലോകകപ്പ് ജൂൺ 12-ന് അമേരിക്ക ന്യൂജേഴ്സിയിൽ തുടക്കമാകാനിരിക്കെ കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറുമായ ശ്രീരാഗ് അമ്പാടി CCTVയോട് പറഞ്ഞു. വേൾഡ് കപ്പ് കേരളത്തിൽ എന്നും കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയാലും എന്നും വേൾഡ് കപ്പിൻ്റെ സമയം വളരെയധികം ആവേശം നൽകുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഭാഗത്തും ഫ്ലെക്സ് ആയാലും ആവേശമായാലും വേൾഡ് കപ്പിൻ്റെ ചർച്ചകളായാലും ടീമുകളുടെ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയാലും എല്ലാം വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ് വേൾഡ് കപ്പ്. ഫുട്ബോളിനെ എന്നും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. 2002 ലോകകപ്പാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലോകകപ്പ് ഓർമ്മയെന്ന് ശ്രീരാഗ് പറയുന്നു. വേൾഡ് കപ്പ് ഓർമ്മയിൽ വരുന്നത് എനിക്ക് 2002 വേൾഡ് കപ്പാണ്. ബ്രസീൽ ചാമ്പ്യൻസ് ആയത്, ജർമ്മനിനെ തോൽപ്പിച്ചിട്ട് ബ്രസീൽ ചാമ്പ്യൻസ് ആയ ഒരു വേൾഡ് കപ്പാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ആദ്യത്തെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേൾഡ് കപ്പും ബ്രസീൽ അല്ലെങ്കിൽ ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടാവും ചിലപ്പോൾ ഞാൻ കളി തുടങ്ങിയതും.
ബ്രസീൽ ജർമ്മനിയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ ഫൈനൽ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ബ്രസീലിന്റെ മനോഹരമായ സാമ്പ ഫുട്ബോളും കളിയിലെ ആവേശവുമാണ് തന്നെ ആ ടീമിന്റെ ആരാധകനാക്കിയതെന്നും ശ്രീരാഗ് പറയുന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയുടെ അച്ചടക്കം, കഠിനാധ്വാനം, ഫിറ്റ്നസ്, പരിശീലനത്തിലെ ആത്മസമർപ്പണം എന്നിവ യുവതാരങ്ങൾക്ക് മാതൃകയാണ്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ കിരീടം നേടുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ശ്രീരാഗ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും ശ്രീരാഗ് വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവച്ചു. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയവും പ്രൊഫഷണലുമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. 5 വയസ്സ് മുതൽ ഫുട്ബോളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും 15 വയസ്സാകുമ്പോഴേക്കും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കാനുമുള്ള സംവിധാനമാണ് രാജ്യത്തിന് വേണ്ടതെന്നും ശ്രീരാഗ് അഭിപ്രായപ്പെട്ടു. GCC ഫുട്ബോൾ അക്കാദമി നമ്മൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചാലിശ്ശേരി ഒരു ഇന്ത്യൻ പ്ലെയറെങ്കിലും വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് GCC ഫുട്ബോൾ അക്കാദമി. അതിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഞാൻ. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ അക്കാദമി പോകുന്നത്. ചാലിശ്ശേരി ഹൈസ്കൂൾ മൈതാനത്ത് GCC ക്ലബിലൂടെ വളർന്ന ശ്രീരാഗ് അമ്പാടി 2013 ഐ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനായും 5 തവണ കേരളത്തിനായി സന്തോഷ് ട്രോഫിയിലും കളിച്ചിട്ടുണ്ട്. 2018 സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിലെ അംഗമായിരുന്ന അദ്ദേഹം 2021-24 വർഷങ്ങളിൽ കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായും ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചു. 2025 കേരള സൂപ്പർ ലീഗിൽ ഫോർസ കൊച്ചിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞു. എന്തായാലും ഫുട്ബോളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ GCC ക്ലബ് തന്നെയാണ്. അവര് ഒരുപാട് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കളിക്കാനുള്ളൊരു ഭാഗ്യം തന്നു, കളിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ ഫുട്ബോളിൽ വരാൻ പറ്റിയത്. നിലവിൽ GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചു വരികയാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് GCC അക്കാദമിയിൽ വിവിധ രാജ്യങ്ങളുടെ പേരിൽ കുട്ടികൾക്കായി സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു എഴുന്നേൽപ്പ് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തായാലും നല്ല നല്ല അക്കാദമികൾ വരണം, നല്ല നല്ല റെസിഡൻഷ്യൽ അക്കാദമികൾ വരണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അക്കാദമികൾ ഉണ്ടെങ്കിലും ഒന്നും കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. കല്ലുംപുറം വിദ്യാഹാളിൽ സജ്ജമാക്കിയ ബാബു എം പാലിശ്ശേരി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം പതാക ഉയർത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് പുഷ്പചക്രം സമർപ്പിച്ചു. പ്രതിനിധി സമ്മേളനം റോസൽ രാജ് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് സെക്രട്ടറി നിതിൻ വിജയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. CPIM എളവള്ളി പഞ്ചായത്ത് 150-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന SSLC +2 പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ആദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CF രാജൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, പഞ്ചായത്ത് അംഗം തുളസി രാമചന്ദ്രൻ, പൂവത്തൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KV തമ്പി, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ലോഹിതാക്ഷൻ താമരശ്ശേരി, സഹകരണ ബാങ്ക് ഡയറക്ടർ ഫ്രജോ ചുങ്കത്ത്, CDS അംഗം ഷീബ പ്രേമൻ, സുരേഷ് ഇത്തിപ്പറമ്പിൽ, KV ബാബു എന്നിവർ സംസാരിച്ചു. തുളസി രാമചന്ദ്രൻ പ്രത്യേകം തയ്യാറാക്കിയ ഉപഹാരം ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. കൃഷി ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും കർഷകരും വിദ്യാർത്ഥികളും കൈകോർത്തതോടെ കുന്നംകുളത്ത് ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിന് ആവേശകരമായ തുടക്കം. കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച ക്ലാസിൽ ഷിഗല്ല രോഗപ്രതിരോധ മാർഗങ്ങൾ, വ്യക്തി ശുചിത്വം, സുരക്ഷിതമായ കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. കൃഷിഭവൻ ഓഫീസർ S ജയൻ, ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി എന്നിവർ നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷാനിഫ്, കർഷക പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ പരിധിയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നഗരസഭാതല പരിസ്ഥിതി ദിന ക്വിസ് മത്സരം ശ്രദ്ധേയമായി. കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ചാണ് ആവേശകരമായ മത്സരങ്ങൾ അരങ്ങേറിയത്. നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ഷനോഫ് അധ്യക്ഷത വഹിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കൗൺസിലർമാർ, BRC കോർഡിനേറ്റർ മെർലിൻ എന്നിവർ മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. കുറുക്കൻപാറയിൽ കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ചൈതന്യ സ്കൂളിന് സമീപം ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് പോത്ത് കിണറ്റിൽ വീണത്. കുറുക്കൻപാറ സ്വദേശിയായ പോളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പോത്ത്. രാത്രി പറമ്പിൽ കെട്ടിയിരുന്ന പോത്ത് കാൽ വഴുതി ഉപയോഗശൂന്യമായി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പുറത്തെത്തിക്കാൻ നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനാ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ലാഡറും റോപ്പും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ കിണറ്റിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തു. മഴക്കാല രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധ ബോധവൽക്കരണവും മാർഗനിർദ്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാറിന്റെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും തുടർ നടപടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രങ്കോട്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൂറ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ് എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ, നഗരസഭ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖല ലോക പരിസ്ഥിതി ദിന വാരാഘോഷവും ഫോട്ടോ പ്രദർശനവും കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. AKPA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂരിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ ഇൻചാർജുമായ ലിജോ ജോസഫ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ റെജി മാസ്റ്റർ പരിസ്ഥിതിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് AKPA അംഗങ്ങൾ എടുത്ത ചിത്രങ്ങളുടെ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തിൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷംന റാഫി, സ്കൂൾ പ്രിൻസിപ്പൽ ജെൻസി KS, മേഖലാ സെക്രട്ടറി നൌഷാദ് NM എന്നിവർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളും 4 യൂണിറ്റുകളിൽ നിന്നും ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഡേ സംഘടിപ്പിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും സർഗാത്മക കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കിയാണ് ടാലന്റ് ഡേ ആഘോഷിച്ചത്. ഓരോ വിദ്യാർത്ഥികളുടെയും അഭിരുചികളെ മനസ്സിലാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ടാലന്റ്സ് ഡേ സഹായകമാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. പ്രസംഗം, പാട്ട്, കളരിപ്പയറ്റ്, യോഗ, ഡാൻസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ OSC, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ്, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ വിചാരണ നേരിടുന്ന കുന്നംകുളം MLA AC മൊയ്തീനും ആലത്തൂർ MP K. രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ പോർക്കുളം മണ്ഡലം കമ്മിറ്റി അക്കിക്കാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, പ്രൊഫസർ N. രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ P. പ്രവീൺ കുമാർ, അബ്ബാസ് അക്കിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,645 രൂപ, പവന് 1,09,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, Kundangulam. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം ഗുരുവായൂർ തിരുവേങ്കിടം പുത്തമ്പള്ളി ലക്ഷ്മികയിൽ ബാലകൃഷ്ണൻ നിര്യാതനായി 68 വയസ്സായിരുന്നു. റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു പരേതൻ. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. പ്രേമ ഭാര്യയും ലക്ഷ്മി രഞ്ജന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം ചെന്നൈയിലെ വസതിയിൽ വെച്ച്. കേച്ചേരിയിലുള്ള മമത ബാറിൽ സംഘർഷം. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി കബീറിനെ മർദ്ദനമേറ്റു. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവ് മാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.